തിരുവനന്തപുരം പാലോട് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. കുറുന്തോളി സ്വദേശി അനൂപിനെയാണ് തെരുവുനായ കടിച്ചത്. മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റ അനൂപിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ പാലോട് സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിനിത, വീണ്ടും ഒരു തെരുവുനായ ആക്രമണത്തിന്റെ വാർത്തയാണ് നമുക്ക് മുന്നിൽ വരുന്നത്. ഈ അനൂപിനെ എപ്പോഴാണ് ഈ തെരുവുനായ കടിച്ചത്? ഈ പ്രദേശത്തെ തെരുവുനായ ശല്യം രൂക്ഷമുള്ള ഇടമാണോ? ജയലക്ഷ്മി, ഇന്ന് വൈകുന്നേരം 3:45 കൂടിയാണ് പാലോട് നന്ദിയോടിന് സമീപമുള്ള കുറുന്താളി എന്ന പ്രദേശത്ത് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കുറുന്താളി സ്വദേശിയായിട്ടുള്ള 37 വയസ്സുള്ള അനൂപിനാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അനൂപിന്റെ വീട്ടിന്റെ മുൻവശത്ത് അനൂപിന്റെ മക്കൾ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മകളെ കടിക്കാനായി എത്തിയ തെരുവുനായെ അനൂപ് അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനിടെയാണ് ആ തെരുവുനായ അനൂപിനെ തന്നെ ആക്രമിച്ചത്. അനൂപിന്റെ കൈക്കും കാലിനും തലയുടെ വശത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അനൂപിനെ ഉടൻ തന്നെ പാലോട് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് പാലോട് ഏരിയയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസവും പാലോട് ആശുപത്രിയിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥർക്ക്, പാലോട് ആശുപത്രിയിൽ എത്തിയവർക്ക്, അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ഈ വനാതിർത്തിയാണ്. അപ്പോൾ ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് മാലിന്യങ്ങൾ വലിയ രീതിയിൽ കൊണ്ട് റോഡ് വശത്ത് ഉപേക്ഷിക്കുന്നുണ്ട്. ഇറച്ചി മാലിന്യം ഉൾപ്പെടെയുള്ളവ ഈ റോഡ് വശത്ത് കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ തെരുവുനായകൾ കൂട്ടം കൂട്ടമായി എത്തുന്നത്. ഇതാണ് പിന്നീട് അയൽവക്കത്തുള്ള നാട്ടിൻ പ്രദേശത്ത് കൂടി ഇറങ്ങി ഇത്തരത്തിൽ വീടുകളിലേക്ക് എത്തുകയും വീടുകളുടെ മുൻവശത്തുള്ള കുട്ടികളെ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും ഈ 3:45 കൂടി ഉണ്ടായ ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇപ്പോൾ അനൂപ് എന്ന് പറയുന്ന 37-കാരനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അനൂപ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി ജിബിൻ, എന്തായാലും സംസ്ഥാനത്ത് തുടരെ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണ്. ഇതിന് അധികൃതർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കേസുകൾ വരികയാണ്. ഇപ്പോൾ അനൂപ് എന്ന ആളെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇദ്ദേഹത്തിന്റെ മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ജിബിൻ ജെബി റിപ്പോർട്ട് ചെയ്തത്.